ഹായ് സ്റ്റുഡൻസ്, ബേസിക് ഇലക്ട്രോണിക്സ് ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സിലെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സിലെ ഷോർട്ട് ട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലംസ് ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സിൽ നിന്ന് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ക്ലിപ്പേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിപ്പേഴ്സ്? ക്ലിപ്പേഴ്സ് എന്ന ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്. ഓക്കെ, എന്താ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്? വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഒരു ഡിഫറെൻറ്റ് ഷേപ്പായിട്ടുള്ളൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് വിൽ പ്രൊഡ്യൂസ് എ സിഗ്നൽ വിച്ച് ഷേപ്പ് ഈസ് അതർ ദാൻ ദ ഇൻപുട്ട് വേവ് ഫോം ഷേപ്പ്. ഓക്കെ, എനി സർക്യൂട്ട് വിച്ച് മാനിപ്പുലേറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദ ഇൻപുട്ട് വേവ് ഫോം ഈസ് കോൾഡ് ആസ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്ലിപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിപ്പേഴ്സ് എന്തുവാ? ക്ലിപ്പേഴ്സ് എന്ന് പറയുമ്പം ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സം പോർഷൻസ് അത് ക്ലിപ്പ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ക്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അതൊരു എക്സാമ്പിൾ ഫോർ ദ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇൻപുട്ട് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലിപ്പറിലോട്ട് ഞാൻ ഒരു ഇൻപുട്ട് ഇപ്പോൾ സൈൻ വേവ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് ഔട്ട്പുട്ട് സൈൻ വേവ് തന്നെ വരണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ ഒരു സ്ക്വയർ വേവ് ആയിരിക്കും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വേവ് ഫോം ഷേപ്പിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേവ് ഷേപ്പ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കൊരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്ലിപ്പേഴ്സ്. ഓക്കെ, ക്ലിപ്പേഴ്സ് 3 ടൈപ്സ് ആണുള്ളത്: സീരീസ്, ഷണ്ട് ആൻഡ് ഡുവൽ. അങ്ങനെ 3 ടൈപ്സ് ആണുള്ളത്. ഇതിൽ തന്നെ നമുക്ക് വീണ്ടും ഡിവിഷൻ വരുന്നുണ്ട്. സീരീസിൽ തന്നെ നമുക്ക് പോസിറ്റീവ് സീരീസ് ക്ലിപ്പറും ഉണ്ട്, നെഗറ്റീവ് സീരീസ് ക്ലിപ്പറും ഉണ്ട്. അതുപോലെ തന്നെ ഷണ്ടിലും പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പറുണ്ട്, നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പറും ഉണ്ട്. പിന്നെ വരുന്നതാണ് ഡുവൽ. ഡുവൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും സീരീസ് ഷണ്ട് ഓർ സീരീസ് ഓർ ഷണ്ട് അങ്ങനെ കോമ്പിനേഷൻ വരുന്നതാണ് ഡുവൽ. ഓക്കെ, ഇവിടെ ഞാൻ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ എന്ന് പറയാം. നമുക്കിതിനെ ഒരു നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്ന് പറയാം. കാരണം ഇതിൻ്റെ നെഗറ്റീവ് പോർഷൻസ്, അപ്പോൾ ഇൻപുട്ട് വേവ് നോക്കുക, ഒരു സൈനസോഡൽ വേവാണ്. അതിൻ്റെ നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് നെഗറ്റീവ് പോർഷൻസ് ഇല്ലാതെ ഔട്ട്പുട്ട് പോർഷൻസ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ സീരീസ് ടു ദ ലോഡ് റെസിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ സീരീസ് ക്ലിപ്പർ എന്ന് പറയാം. അപ്പോൾ ഇത് ഇറ്റ്സ് എ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോംസ് ഒക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ട്രിക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ട്രിക്കായിട്ട് വരുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ സൈൻ ദ ഡയോഡ് ടുവേർഡ്സ് ദ നോഡ് ടു ഫൈൻഡ് ഔട്ട് ദ വിച്ച് പാർട്ട് ടു ബി ക്ലിപ്ഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 പോയിൻറ്റ്സാണ് നോക്കാനുള്ളത്. മെയിനായിട്ട് ഈ ക്ലിപ്പർ സർക്യൂട്ടിൽ നമുക്ക് 2 പോയിൻറ്റ്സാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സൈൻ ദ ഡയോഡ് ടുവേഴ്സ് ദ നോഡ് ടു ഫൈൻഡ് ഔട്ട് ദ വിച്ച് പാർട്ട് ടു ബി ക്ലിപ്ഡ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുക ഇവിടെ. ഓക്കെ, അപ്പം ഇത് ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു സീരീസ് ക്ലിപ്പർ എന്ന് പറയാം. പിന്നെ ഞാൻ ഒരു ബയസിങ് വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസിൽ ഒരു ബയസിങ് വോൾട്ടേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡയോഡ് റെസിസ്റ്റർ മാത്രമായിട്ടുള്ളതുണ്ടാവാം. അപ്പോൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം ക്ലിപ്പേഴ്സിൽ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ അവർ പറഞ്ഞിരിക്കുന്നത് സൈൻ ദ ഡയോഡ് ടുവേഴ്സ് ദ നോഡ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതാണ് ഞാൻ നോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നോഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയോഡിനെ സൈൻ ചെയ്യണം ടുവേഴ്സ് ദി നോഡ്. എന്ന് വെച്ചാൽ നോഡിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഡയോഡിൻ്റെ പൊസിഷൻ ഏതാ? എൻ സൈഡാണ്. ഓക്കെ, ഡയോഡിൻ്റെ എൻ സൈഡാണ് ഈ നോഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറയാം നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, സൈൻ ദ ഡയോഡ് ടുവേഴ്സ് ദ നോഡ്. അപ്പോൾ നോഡിന് നിയർ ബൈ ആയിട്ടുള്ള ഡയോഡിൻ്റെ സൈൻ വരുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ദ ഫൈൻ വിച്ച് പാർട്ട് ടു ബി ക്ലിപ്ഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്ത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവ് പാർട്ട് ഈസ് ക്ലിപ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി, നെഗറ്റീവ് പാർട്ട് ഈസ് ക്ലിപ്ഡ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്തുവാ? സൈൻ ദ റെഫറൻസ് വോൾട്ടേജ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, സൈൻ ദ റെഫറൻസ് വോൾട്ടേജ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ VR ഞാനൊരു എക്സ്ട്രാ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു VR അല്ല റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം ഈ VR നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സൈൻ ചെയ്യണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സൈൻ ചെയ്യുമ്പം ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ്, സെക്കൻഡ് വരുന്നത് നെഗറ്റീവ്. ഓക്കെ, ബാറ്ററിയുടെ ഫസ്റ്റ് വരുന്നത് പോസിറ്റീവും സെക്കൻഡ് വരുന്നത് നെഗറ്റീവാണ്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുമ്പം ബാറ്ററിയുടെ ഫസ്റ്റ് വരുന്ന സൈൻ നോക്കുക. ഓക്കെ, റെഫറൻസ് വോൾട്ടേജിൻ്റെ ഫസ്റ്റ് വരുന്ന സൈൻ ഏതാ? പോസിറ്റീവ്. അപ്പോൾ എനിക്കിതിനെ പറയാം ഇതൊരു പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ്. ഓക്കെ, പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ്. അപ്പം നമ്മൾ ഷോർട്ട് ട്രിക്ക് ചെയ്യുമ്പം ഈ 2 പോയിൻ്റാണ് ആദ്യം ചെയ്യാനുള്ളത്. നോഡിന് ഡയോഡിൻ്റെ സൈൻ നോക്കുക, പിന്നെ റെഫറൻസ് വോൾട്ടേജ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുക. അപ്പോൾ പോസിറ്റീവ് സൈൻ കിട്ടി, അപ്പോൾ നമുക്ക് പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് കിട്ടി. ഈ 2 ഇതും കിട്ടിയാൽ നമുക്ക് ഏതൊരു ക്ലിപ്പർ സർക്യൂട്ടിൻ്റെയും നമുക്ക് ഔട്ട്പുട്ട്
ജസ്റ്റ് ഡയറക്റ്റ് തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇൻപുട്ട് വേവ് സൈൻ വേവ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇൻപുട്ട് ഒരു സൈൻ വേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻപുട്ട് ഞാനൊരു സൈൻ വേവ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും നോക്കാം. ഓക്കെ, മൈനസ് പ്ലസ് ഇത് നമ്മുടെ ഔട്ട്പുട്ട് എന്ത് വോൾട്ടേജ് വരും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻപുട്ട് വേവ് സൈൻ വേവ് വരച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് റെഫറൻസ് വോൾട്ടേജിൻ്റെ നോക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് പോയിന്റ് നമ്മൾ എഴുതിയത് എന്തുവാ, പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ്. ഇപ്പോൾ VR ഒരു പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ്. ക്വസ്റ്റിന് ചിലപ്പോൾ തരുമല്ലോ 2 വോൾട്ട് 4 വോൾട്ട് എന്നൊക്കെ തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് VR എന്ന് എടുക്കുകയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, അത് വേവ് ഫോമിൽ അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം VR എന്നുള്ളൊരു വാല്യൂ ഇതാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് പോസിറ്റീവ് പാർട്ട് എക്സ് ആക്സിൻ്റെ മുകളിലോട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് VR. ഓക്കെ, പിന്നെ ഇൻപുട്ട് പ്ലസ് VM മൈനസ് VM. അപ്പോൾ ഇവിടെ ഞാൻ പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് മാർക്ക് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് എന്തുവാ, അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പാർട്ട് ഈസ് ടു ബി ക്ലിപ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കിട്ടിയ പോയിന്റ് എന്ന് വെച്ചാൽ നെഗറ്റീവ് പാർട്ടാണ് ക്ലിപ്പ് ആവുന്നത്. അപ്പോൾ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ലൈൻ്റെ നെഗറ്റീവ് പാർട്ട് താഴെ അതിൻ്റെ ബിലോ പോർഷനാണ് നെഗറ്റീവ് പാർട്ട്. ഓക്കെ, അപ്പം റെഫറൻസ് വോൾട്ടേജിൻ്റെ താഴെ പോർഷൻ നെഗറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ആവുന്നത്. നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യുക. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരും, ബാക്കിയുള്ളത് അപ്പർ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം റെഫറൻസ് വോൾട്ടേജ് ഇങ്ങനെ വരുന്നു, ഇത് വരുന്നു, ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഔട്ട്പുട്ട് വേവ് ഫോം ഡ്രോ ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോം വരക്കുക, നമ്മുടെ ഈ പറഞ്ഞ 2 പോയിന്റ് നോക്കുക, ഡയോഡ് ഏത് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നുള്ള ഡയോഡിൻ്റെ സൈൻ വെച്ച് കിട്ടും. പിന്നെ റെഫറൻസ് വോൾട്ടേജ് ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക ഗ്രാഫിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പാർട്ടാണോ ക്ലിപ്പ് ചെയ്യേണ്ടത് അത് ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള പോർഷനാണ് നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ നമുക്കൊരു റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഇല്ല. ഓക്കെ, റെഫറൻസ് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഡയോഡ് മാത്രം നോക്കിയാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നോഡ് വരുന്നത്. നോഡിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ഡയോഡിൻ്റെ വരുന്നത് നെഗറ്റീവാണ്. ഓക്കെ, നെഗറ്റീവാണ് ഫസ്റ്റ് നോഡിൻ്റെ നിയർ ബൈ ആയിട്ടുള്ളത്, ഡയോഡിൻ്റെ നെഗറ്റീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നെഗറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. ഓക്കെ, റെഫറൻസ് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും മാർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യുന്നു. നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരും, പോസിറ്റീവ് ഹാഫ് മാത്രം. ഓക്കെ, പോസിറ്റീവ് ഹാഫ് മാത്രമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരുന്നു. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ബോധർ ചെയ്യേണ്ടതില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ക്വസ്റ്റൻ അതുപോലെ തന്നെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ നോഡ്. ഇപ്പോൾ നോഡിൽ ഡയോഡ് ഏതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഡയോഡിൻ്റെ പോസിറ്റീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായി, പോസിറ്റീവ് പോർഷൻ ഈസ് ടു ബി ക്ലിപ്ഡ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് പോർഷൻസാണ് അത് ക്ലിപ്പ് ചെയ്യുന്നത്. ഔട്ട്പുട്ടിൽ നെഗറ്റീവ് പോർഷൻസ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് പോർഷൻ ക്ലിപ്പ് ചെയ്ത് നെഗറ്റീവ് ഔട്ട്പുട്ട്, പോസിറ്റീവ് ക്ലിപ്പ് ചെയ്ത് നെഗറ്റീവ് പോർഷൻസ് ഔട്ട്പുട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇത് പാരലൽ ക്ലിപ്പറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡയോഡ് ഔട്ട്പുട്ട് ലോഡ് റെസ്റ്റിന് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പാരലൽ ക്ലിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് നോഡ് നോക്കുക, ഇതാണ് നമ്മുടെ നോഡ് വരുന്നത്. ഓക്കെ, നോഡ് ഇതാണ്. അപ്പോൾ നോഡിന് വിത്ത് റെസ്പെക്റ്റ് നോഡ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് നോഡ് അല്ലെങ്കിൽ നിയർ ബൈ ദ നോഡ് ഡയോഡിൻ്റെ സൈൻ വരുന്നത് പോസിറ്റീവാണ്. ഓക്കെ, പോസിറ്റീവാണ് നോഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായി, പോസിറ്റീവ് പോർഷൻ ഹാവ് ടു ബി ക്ലിപ്ഡ്. അപ്പോൾ ഈ പോസിറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും, ഔട്ട്പുട്ട് വരുന്നത് നെഗറ്റീവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, പോസിറ്റീവ് ക്ലിപ്പ് ചെയ്ത് നെഗറ്റീവ് ഔട്ട്പുട്ട്, പോസിറ്റീവ് ക്ലിപ്പ് ചെയ്ത് നെഗറ്റീവ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നോഡ് ഇതാണ്, വിത്ത് റെസ്പെക്റ്റ് നോഡ് ഡയോഡിൻ്റെ വരുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യും, നെഗറ്റീവ് ക്ലിപ്പ് ചെയ്യും, ഔട്ട്പുട്ട് പോസിറ്റീവ് മാത്രം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് റെഫറൻസ് വോൾട്ടേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് ഫസ്റ്റ് പോയിൻ്റ് എന്തോ, ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് ഡയോഡ് സൈൻ ചെയ്യണം. അപ്പോൾ ഡയോഡ് സൈൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് നോഡ് വരുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതെ പോസിറ്റീവ് പാർട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് പാർട്ട് ക്ലിപ്പ് ആവും. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്തോ, ക്ലോക്ക് വൈസ് ഡയറക്ഷന് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൺസിഡർ ചെയ്യാം. അപ്പം ക്ലോക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും ബാറ്ററിയിലെ റെഫറൻസ് വോൾട്ടേജിൻ്റെ പോസിറ്റീവാണ് ഫസ്റ്റ് വരുന്നത്. അപ്പം എന്തോ റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ, പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് നമ്മൾ ഇൻപുട്ടിൽ ഡ്രോ ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് വി ആയതുകൊണ്ട് പോസിറ്റീവ് വി നമ്മൾ ഇൻപുട്ടിൽ ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് വി വരും. ഇനി ഡയോഡ് എന്തോ ഫസ്റ്റ് പോയിന്റ് എന്താ, പോസിറ്റീവ് പോർഷൻ ഹാവ് ടു ബി ക്ലിപ്ഡ്. അപ്പോൾ ഈ വിയുടെ എബവ് പോർഷൻസ് ക്ലിപ്പ് ആവും, പോസിറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന ഔട്ട്പുട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇൻപുട്ട് സൈൻ വേവ് തന്നെയാണ്.
ഫസ്റ്റ് നോക്കേണ്ടത് ഡയോഡ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു നോഡ് ഡയോഡിൻ്റെ ഏതാണ് ചെയ്തിരിക്കുന്നത്? ഡയോഡിൻ്റെ പോസിറ്റീവ് പോർഷൻ. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പോർഷനാണ്, പോസിറ്റീവ് പാർട്ട് ക്ലിപ്പ് ചെയ്യും, പോസിറ്റീവ് പാർട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് നോക്കുക. ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പം ഈ വി ആർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇൻപുട്ട് വേവ് ഫോമിൽ ഒരു നെഗറ്റീവ് വി ആർ വരയ്ക്കുക, നെഗറ്റീവ് വി ആർ. കാരണം എന്തോ റെഫറൻസ് വോൾട്ടേജ് ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് വി ആർ ഡ്രോ ചെയ്തു ഫിഗറിൽ. നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് പാർട്ട് ഹാവ് ടു ബി ക്ലിപ്ഡ്. അപ്പം ഈ ഒരു വി ആറിൻ്റെ എബോ പോർഷൻസ് എല്ലാം ക്ലിപ്പ് ആവും. അപ്പോൾ ഈ ഒരു വി ആറിൻ്റെ എബോ പോർഷൻ എല്ലാം ക്ലിപ്പ് ആവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് വരും? ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് അത് ക്ലിപ്പാവും, സോറി, ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പോൾ നമുക്ക് ഇൻപുട്ട് സൈൻ വേവ് ആണ്. ഫസ്റ്റ് തന്നെ വിത്ത് റെസ്പെക്ട് നോഡ് നോക്കാം. വിത്ത് റെസ്പെക്ട് നോഡ് ഡയോഡ് പോസിറ്റീവ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് പോയിന്റ് പോസിറ്റീവ് പാർട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്, പോസിറ്റീവ് പോർഷൻ ക്ലിപ്ഡ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്തുവാ? റെഫറൻസ് വോൾട്ടേജ്. റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കിയപ്പം വി ആർ റെഫറൻസ് വോൾട്ടേജ്, ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ എന്തുവാ? പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ്. അപ്പം പോസിറ്റീവ് റെഫറൻസ് ആയതുകൊണ്ട് ഞാൻ വേവ് ഫോമിൽ പോസിറ്റീവ് റെഫറൻസ് ഡിനോട്ട് ചെയ്ത് പോസിറ്റീവ് വി ആർ. ഓക്കെ, ഇനി എന്തോ പറഞ്ഞിരിക്കണം? പോസിറ്റീവ് പോർഷൻ ഹൗ ടു ബി ക്ലിപ്ഡ്. അപ്പോൾ എന്തോ എബോ പോർഷൻസ്, ഇതിൻ്റെ എബോ പോർഷൻസ് ക്ലിപ്പ് ആവും, റെഫറൻസ് വോൾട്ടേജിൻ്റെ എബോ പോർഷൻസ് ക്ലിപ്പ് ആയി. നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു? then output will be like this. Okay, next question വരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ഡയോഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. വിത്ത് റെസ്പെക്ട് ടു നോഡ് ഡയോഡിൻ്റെ പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് പറ്റും? പോസിറ്റീവ് പോർഷൻസ് ആണ് ക്ലിപ്പ് ചെയ്യുന്നത്. പിന്നെ റെഫറൻസ് വോൾട്ടേജ് നോക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റെഫറൻസ് വോൾട്ടേജിൻ്റെ ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തോ ഇതൊരു നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ്. അപ്പോൾ അത് ഡ്രോ ചെയ്യുക ഫിയർലി, നെഗറ്റീവ് വി ആർ. ഏതാ ക്ലിപ്പ് ചെയ്യുന്നത്? പോസിറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പോയിട്ടുള്ള എല്ലാ പോർഷൻസ് ക്ലിപ്പ് ആവും. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇത്രയും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലിപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ വേവ് ഫോം ഒന്ന് വരയ്ക്കാൻ പോകണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേവ് ഫോമിൽ ഡയറക്റ്റ് റെഫറൻസ് ഫോട്ടോ വരയ്ക്കുക, ക്ലിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പം ഒരു ഇൻപുട്ട് സൈൻ വേവ് വന്നിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -10 to +10 ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ബാറ്ററിയുടെ വോൾട്ടേജ് 5 വോൾട്ട് ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഇങ്ങനെ ഒരു സർക്യൂട്ട് വന്നിട്ട് ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ മാക്സിമം വോൾട്ടേജ് എത്രയെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ വരുന്നത്? ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോമിലെ മാക്സിമം വാല്യൂ എത്രയാണ്? മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ വി ആർ ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം. ഇത് മാക്സിമം വാല്യൂ, ഇത് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ എത്ര വരും? 5 വോൾട്ട്. ഓക്കെ, -5 വോൾട്ടാണ് മാക്സിമം വാല്യൂ വരുന്നത്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -10 വോൾട്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വരച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഇത് എപ്പോഴും ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്ന കണ്ടീഷൻ, നെഗറ്റീവ് ബയസ് ആവുന്ന കണ്ടീഷനൊക്കെ നോക്കി വേവ് ഫോം വരയ്ക്കാൻ പോകേണ്ട കാര്യമില്ല. ഡയറക്റ്റ് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 6 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാം. ഇതൊരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡുവൽ. ഓക്കെ, കോമ്പിനേഷൻ വരുന്നു. 2 ഷണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വോൾട്ടേജ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് നോക്കുക. ഫസ്റ്റ് ക്ലോക്ക് വൈസ് നോക്കുമ്പം D1 ഡയോഡ് എന്തോ പോസിറ്റീവ് പോർഷനെ ക്ലിപ്പ് ചെയ്യണം. ഓക്കെ, D1 ഡയോഡ് പോസിറ്റീവ് പോർഷനെ ക്ലിപ്പ് ചെയ്യണം. അതിൽ കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് എന്തോ ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ D1 എന്ന ഡയോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പം പോസിറ്റീവ് വോൾട്ടേജ് ആദ്യം ഫിയർലി ഡ്രോ ചെയ്യുക, പോസിറ്റീവ് വോൾട്ടേജ്. ഓക്കെ, അത് V1 ആണ്. അവിടുത്തെ ഡയോഡ് D1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എബോവ് ഉള്ള പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. ഓക്കെ, അതിന് എബോവ് ഉള്ള പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് കേസ് നോക്കുക. സെക്കൻഡിൽ D2 നെഗറ്റീവ് പാർട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നോഡ്. ഓക്കെ, ഇതാണ് നോഡ്.
ഇതെല്ലാം സെയിം പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് നോഡ് ഈ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. ആ നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്ര നിൽക്കുന്ന V2 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് പോർഷൻസ് ആണ് ക്ലിപ്പ് ചെയ്യുന്നത്. പക്ഷേ ഡയോഡ് D2 നെഗറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് V2 ഇത് നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ട്. നെഗറ്റീവ് വോൾട്ടേജ് ഫിഗറിൽ വരയ്ക്കുക, നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ വേവ് ഫോമിൽ നെഗറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് എത്ര V2. ഓക്കെ, നെഗറ്റീവ് V2 ആണ്. അവിടെ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡയോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോർഷൻസ് ആണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിന് ബിലോ പോർഷൻസ് അത് ക്ലിപ്പ് ചെയ്ത് കളയും. ഓക്കെ, ബിലോ പോർഷൻസ് ക്ലിപ്പ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു? ദെൻ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. മേളിലും താഴെയും ക്ലിപ്പ് ചെയ്ത് കളയും. ഓക്കെ, എബവ് ആൻഡ് ബിലോ പോർഷൻസ് വിൽ ബി ക്ലിപ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു 1-2 എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. PSCയും അല്ലാതെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, for the given input waveform to the given circuit, what is the peak value of the output waveform? അപ്പം പീക്ക് വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വേവ് ഫോം ചോദിക്കുന്നത് ഫോർ ദ ഗിവൺ ഇൻപുട്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡും ഒരു റെസിസ്റ്ററും ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ക്ലിപ്പർ സർക്യൂട്ടാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ സർക്യൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊരു ക്ലിപ്പർ സർക്യൂട്ടാണ്. പിന്നെ നമുക്കൊരു റെഫറൻസ് വോൾട്ടേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നോക്കുക. ഇതാണ് നമ്മുടെ നോഡ് വരുന്നത്. വിത്ത് റെസ്പെക്ട് നോഡ് നെഗറ്റീവാണ് ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് പോർഷൻസ് ആണ് ഇത് ക്ലിപ്പ് ചെയ്യുന്നത്. ഇനി ക്ലോക്ക് വൈസ് നോക്കുക റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ, ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ റെഫറൻസ് വോൾട്ടേജിൻ്റെ പോസിറ്റീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വോൾട്ടേജാണ്. അപ്പോൾ ആ 4 വോൾട്ടേജ് ഫിയറിൽ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറെ ഫിയറൊന്നും വരയ്ക്കാൻ പോകേണ്ട, ഇതിൽ തന്നെ 4 വോൾട്ടേജ് വരയ്ക്കുക. 4 വോൾട്ടേജ് വരയ്ക്കുക. റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ട്, പോസിറ്റീവ് 4 വോൾട്ടേജ് വരച്ച്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നെഗറ്റീവ് പോർഷൻസ് ആണ് ക്ലിപ്പ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് നോഡ് ഡയോഡ് നെഗറ്റീവ് ആയതുകൊണ്ട്, കാരണം വിത്ത് റെസ്പെക്ട് നോഡ് ഡയോഡിൻ്റെ നെഗറ്റീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ നെഗറ്റീവ് പോർഷൻസ് ആണ് ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പം 4ന് ബിലോ ഉള്ള എല്ലാ പോർഷൻസ് ക്ലിപ്പ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്താ വരുന്നത്? ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വേവ് ഫോം? പീക്ക് വാല്യൂ എത്രയാണ്? 16 വോൾട്ട്. ആൻസർ ഈസ് ബി 16 വോൾട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മിനിമം വാല്യൂ ചോദിക്കാം. മിനിമം വാല്യൂ ആണെങ്കിൽ ആൻസർ വിൽ ബി 4 വോൾട്ട്. ഓക്കെ, ആ സെയിം ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ മിനിമം വാല്യൂ. ഓക്കെ, ഫോർ ദ ഗിവൺ ഇൻപുട്ട് വേവ് ഫോം ടു ദ ഗിവൺ സർക്യൂട്ട് വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വേവ് ഫോം? അപ്പോൾ നമ്മൾ ആ സെയിം ഫിഗർ തന്നെയാണ്. മിനിമം വാല്യൂ എത്ര വന്നത്? മിനിമം വാല്യൂ വന്നത് 4 വോൾട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഔട്ട്പുട്ടിൽ വന്ന മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 4 വോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? ആൻസർ വിൽ ബി 4 വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഡിറ്റർമൈൻ ദ പീക്ക് ഫോർ ദ ബോത്ത് ദ ഹാഫ് സൈക്കിൾസ് ഓഫ് ദ ഇൻപുട്ട് വേവ് ഫോം ഫോർ ദ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ നമുക്ക് ഇൻപുട്ട് സൈൻ വേവ് വന്നിട്ടുണ്ട്. സർക്യൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സർക്യൂട്ട് ഒരു ഡയോഡും ഒരു റെസിസ്റ്ററുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു ക്ലിപ്പർ സർക്യൂട്ടാണ്. പിന്നെ ഒരു റെഫറൻസ് വോൾട്ടേജ് 4 വോൾട്ടേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു നോഡ് ഡയോഡിൻ്റെ ഏതാണ് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് പോർഷൻസ് ആണ്. അപ്പോൾ എന്തുവാ നെഗറ്റീവ് പോർഷൻസ് ഓഫ് ദ ഇൻപുട്ട് ഹൗ ടു ബി ക്ലിപ്ഡ്. പിന്നെ റെഫറൻസ് വോൾട്ടേജ് നോക്കുക. ക്ലോക്ക് വൈസിൽ റെഫറൻസ് വോൾട്ടേജിൻ്റെ നെഗറ്റീവാണ് ആദ്യം വരുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് എടുത്തപ്പോഴത്തേക്കും ബാറ്ററിയുടെ റെഫറൻസ് വോൾട്ടേജിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു 4 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് 4 വോൾട്ടേജാണ്. ഓക്കെ, ഞാൻ റെഫറൻസ് വോൾട്ടേജ് ഇൻപുട്ടിൽ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ -4 വോൾട്ടേജാണ്. ഇനി ഏത് പോർഷൻസാണ് ക്ലിപ്പ് ചെയ്യുന്നത്? നെഗറ്റീവ് പോർഷൻസ് ഹൗ ടു ബി ക്ലിപ്ഡ്. അപ്പോൾ ഇതിൻ്റെ ബിലോ പോർഷൻസ് ആണ് ക്ലിപ്പ് ചെയ്യുന്നത്. ബിലോ പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തുവാ? ഡിറ്റർമൈൻ ദ പീക്ക് ഫോർ ദ ബോത്ത് ദ ഹാഫ് സൈക്കിൾ. അപ്പോൾ ബോത്ത് ദ ഹാഫ് സൈക്കിളിൻ്റെ പീക്ക് എന്താണെന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പീക്ക് വരുന്നത് 16 വോൾട്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പീക്ക് വരുന്നത് -4 വോൾട്ട്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ പീക്ക് -4 വോൾട്ട്. അപ്പം 16ഉം -4 വോൾട്ട്. ആൻസർ ഈസ് എ. നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. വേറെ ഒന്നും കേസസോ ഫോർവേഡ് ബയസിങ് കേസോ ഒന്നും നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്ലിപ്പേഴ്സിലുള്ളത്. നമുക്കിനി ക്ലാമ്പറിലോട്ട് പോകാം. നെക്സ്റ്റ് പഠിക്കുന്നതാണ് ക്ലാമ്പർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേവ് ഷിഫ്റ്റിംഗ് സർക്യൂട്ട്. ഓക്കെ, നമ്മൾ ക്ലിപ്പർ പഠിച്ചത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്. ഇൻപുട്ട് വേവ് ഫോമിനെ ഫുള്ളായിട്ട് അത് ഷേപ്പ് ചെയ്യുന്നു. ഓക്കെ, ഔട്ട്പുട്ട് വേവ് ഫോം അപ്പോൾ എൻ്റെ ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻപുട്ട് വേവ് ഫോം ആയിരിക്കും. പക്ഷേ വേവ് ഷിഫ്റ്റിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വേവിൻ്റെ ഷേപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സെയിം വേവ് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. പക്ഷേ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഷിഫ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇൻപുട്ട് വേവ് ഫോമിന് ചിലപ്പോൾ പോസിറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വേവ് ഫോമിന് ഒരു നെഗറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ പോസിറ്റീവിലോട്ടോ നെഗറ്റീവിലോട്ടോ ഇൻപുട്ട് വേവ് ഫോമിനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ക്ലാമ്പർ സർക്യൂട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വേവ് ഷിഫ്റ്റിംഗ് സർക്യൂട്ട്. അപ്പം ഇത്
എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് വേവ് ഫോം നോക്കാം. ഇതൊരു ഇൻപുട്ട് ഞാൻ സൈൻ വേവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് ഒരു ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടി. ഓക്കെ, ഇത് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻപുട്ടിലോട്ട് അല്ലെങ്കിൽ ക്ലാമ്പർ സർക്യൂട്ടിലോട്ട് ഒരു ഡി സി ലെവൽ കൊടുക്കും. ഓക്കെ, ഒരു ഡി സി ലെവൽ അല്ലെങ്കിൽ ഒരു ഡി സി ലെവൽ ഒരു വോൾട്ടേജ് നമ്മൾ ഇതിലോട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഡി സി ലെവൽ വോൾട്ടേജ്. അപ്പോൾ ഞാനൊരു വി ഡി സി എന്നുള്ളൊരു വാല്യൂ, ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിരുന്നത് ഒരു വി ഡി സി എന്നുള്ളൊരു ഡി സി വോൾട്ടേജ് ഞാൻ കൊടുത്തതെങ്കിൽ ആ ഡി സി ലെവലിലോട്ട് ഇത് ഷിഫ്റ്റ് ആവും ഇൻപുട്ട് വേവ് ഫോം. അപ്പോൾ ഇതാണ് എൻ്റെ വി ഡി സി. ഓക്കെ, പിന്നെ ഈ ക്ലാമ്പർ സർക്യൂട്ട് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവിലോട്ടോ ക്ലാമ്പ് ആവും, അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവിലോട്ടോ ക്ലാമ്പ് ചെയ്യും. ഓക്കെ, ഇത് പോസിറ്റീവ് ക്ലാമ്പിങ്, ഇത് നെഗറ്റീവ് ക്ലാമ്പിങ്, അങ്ങനെ 2 ടൈപ്സ് ഓഫ് ക്ലാമ്പിങ്ങാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ ക്ലാമ്പർ സർക്യൂട്ട് അനുസരിച്ചിട്ട് അത് പോസിറ്റീവോ നെഗറ്റീവോ അത് ക്ലാമ്പ് ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വി ഡി സി വോൾട്ടേജ് വി ഡി സി ആയതുകൊണ്ട് അത് വി ഡി സി ലെവലിലോട്ട് അത് ക്ലാമ്പായി. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ഡി സി വാല്യൂ എത്രയാണ്? ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഡി സി വാല്യൂ അല്ലെങ്കിൽ നടുക്കത്തെ വാല്യൂ അത് എത്രയാണ് വരുന്നത്? 0 വാല്യൂ ആണ്. ഓക്കെ, അതിനകത്ത് ഡി സി വാല്യൂ ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ക്ലാമ്പർ സർക്യൂട്ട് വെച്ചിട്ട് ഒരു ഡി സി വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ഡി സി വാല്യൂ കിട്ടുന്നു. അപ്പം ഈ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഡി സി വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ നടുക്കത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വി ഡി സി ആയിരിക്കും. ഓക്കെ, വി ഡി സി വാല്യൂ ആയിരിക്കും അതിൻ്റെ ആവറേജ് വാല്യൂ. അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലാമ്പിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡി സി ലെവൽ ഇൻപുട്ട് കൊടുക്കുന്നു. പിന്നെ നെഗറ്റീവ് ക്ലാമ്പർ ആയതുകൊണ്ട് അത് നെഗറ്റീവിലോട്ട് ക്ലാമ്പ് ചെയ്യുന്നു. അത് എന്തോരം ക്ലാമ്പ് ചെയ്യുന്നു വെച്ചാൽ ആ കൊടുത്ത ഡി സി ലെവൽ വാല്യൂയിലോട്ട് അത് ക്ലാമ്പ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡി സി ലെവൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വി ഡി സി ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാലായിരിക്കും വി ഡി സി വാല്യൂ. ഷിഫ്റ്റ് ആവുന്ന വി ഡി സി വാല്യൂ എത്രത്തോളം ഇൻപുട്ട് വേവ് ഫോം ഷിഫ്റ്റ് ആകണം എന്ന് കാണിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ആവുന്ന വോൾട്ടേജാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒറിജിനൽ മെത്തേഡിലോട്ടൊന്നും പോകുന്നില്ല സോൾവ് ചെയ്യാനായിട്ട്, അതും കുറേ ടൈം കൺസ്യൂമിങ് പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ട് മെത്തേഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, വിത്തിൻ സെക്കൻഡ്സ് തന്നെ. ഇതാണ് ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പം ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് ഓഫ് ദ കപ്പാസിറ്റർ. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് വി സി. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ സർക്യൂട്ടിൽ നിന്ന് ഒരു കപ്പാസിറ്റർ വോൾട്ടേജ്, ഇപ്പോൾ കപ്പാസിറ്റർ ഉണ്ട്, ഒരു ഡയോഡ് ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് വേവ് ഫോം കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് തന്നെ കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യണം വി സി. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ദ ഇൻപുട്ട് വേവ് ഫോം ടുവേർഡ്സ് അപ്പ് ഓർ ഡൗൺവേർഡ് ഡയറക്ഷൻ ഓൺ വിത്ത് റെസ്പെക്ട് ടു ദ ഡയോഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈ ഇൻപുട്ട് വേഫിനെ ഒന്നെങ്കിൽ നമ്മൾ മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഡൗൺ പോർഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അത് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയോഡ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഡയോഡ് 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷൻ കണക്ട് ചെയ്യാം, ഒന്ന് അപ്വേർഡ് ഡയറക്ഷൻ കണക്ട് ചെയ്യാം. ഈ ഡയോഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ കണക്ട് ചെയ്യുമെങ്കിൽ അതൊരു നെഗറ്റീവ് ക്ലാമ്പറാണ്, അല്ലാതെ ഇൻപുട്ട് വേഫിനെ അത് നെഗറ്റീവിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇനി ഡയോഡ് കണക്ട് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ അതിനൊരു പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറയാം. അപ്പോൾ എന്ത് വെച്ചാൽ ഇൻപുട്ട് വേവ് ഫോമിന് അത് പോസിറ്റീവിലോട്ട് ക്ലാമ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഒരു കപ്പാസിറ്റർ വോൾട്ടേജ് വി സി ഫൈൻഡ് ചെയ്യണം. പിന്നെ വിത്ത് ആ വി സി വോൾട്ടേജ്, ആ കിട്ടിയ വി സി വോൾട്ടേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ വോൾട്ടേജ് വെച്ച് നമ്മൾ ഇൻപുട്ട് വേവ് ഫോമിന് ഒന്നെങ്കിൽ മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് താഴോട്ടാണോ മേലോട്ടാണോ ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നത് ഡയോഡിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ ഡയോഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് ക്ലാമ്പറാണ്. ഡയോഡ് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ഒരു പോസിറ്റീവ് ക്ലാമ്പറാണ്. ഓക്കെ, അത് പോസിറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. ഒരു ഇൻപുട്ട് വേവ് സൈൻ വേവ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഡയോഡ് എപ്പോഴും ഫോർവേഡ് ബൈസ് കണ്ടീഷനാണ് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ആവത്തുള്ളൂ. ഓക്കെ, ഈ ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബൈസ് ആകുന്നത് അപ്പോഴാണ് ഈ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ആവത്തുള്ളൂ. ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ ചാർജ് ആവും. ഓക്കെ, അപ്പം ഈ ഡയോഡ് ഫോർവേഡ് ബൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും. ഓക്കെ, ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പം ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ഈ പൊളാരിറ്റിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊളാരിറ്റിയിൽ വരുമ്പം ഇവിടെ ഡയോഡിൻ്റെത് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബൈസ് ആവും. വി പി ഗ്രേറ്റർ ദാൻ വി എൻ, പി സൈഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ എൻ സൈഡ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡയോഡ് ഫോർവേഡ് ബൈസ് ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെ വിട്. ഫസ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണമെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഡയോഡ് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷൻ സർക്യൂട്ടിൽ. അപ്പം ഇവിടെ ഡയോഡ് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് ഡയോഡിൻ്റെ ഡയറക്ഷൻ അറിയാം. ഡയോഡ് എപ്പോഴും ഒരു ഡയറക്ഷൻ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഡയോഡിൻ്റെ P2N ആണ് എപ്പോഴും കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം P2N കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുന്നത് എൻട്രി ചെയ്യുന്നത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്നത് നെഗറ്റീവ്. ഓക്കെ, അപ്പം ഈ കറണ്ട് എൻട്രി ചെയ്യുന്ന പോർഷൻ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ്, ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും. ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി സി എന്നുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് വി ഐ. അപ്പം ഈ ഒരു ഫോർവേഡ് ബൈസിങ് കണ്ടീഷൻ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഡയോഡ് ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും.
അപ്പോൾ ഞാൻ അതിൻ്റെ ഈക്വലൻ്റ് ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവും. ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് ഡയോഡ് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ഇൻപുട്ട് ലൂപ്പിൽ ഞാൻ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? -2 ഞാനെപ്പോഴും പോസിറ്റീവ് എടുക്കുന്നത്, +2 മൈനസ് ഞാൻ നെഗറ്റീവ് എടുക്കുന്നു. -2 V ഇൻപുട്ട്, +2 VC, അപ്പോൾ -VC വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് =0. അപ്പോൾ V ഇൻപുട്ട് VC കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കപ്പാസിറ്റിനെ കുറിച്ച്. കപ്പാസിറ്റി എപ്പോഴും എങ്ങനെ ചാർജ് ചെയ്യുന്നു? എപ്പോഴും ദ ചാർജിങ് ടുവേഴ്സ് ദി മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടെ നമുക്ക് കിട്ടി കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വോൾട്ടേജിലോട്ടായിരിക്കും ഇത് സ്റ്റോർ ആവുന്നത്. ഓക്കെ, കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന +10 to -10 വോൾട്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എത്ര? 10 വോൾട്ട്. അപ്പോൾ ഇൻപുട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 10 വോൾട്ടാണ്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്നത്, കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജാണ്. അത് എത്ര? ഇവിടെ 10 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 വോൾട്ട്. ഓക്കെ, അപ്പോൾ കിട്ടി. ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VC, കപ്പാസിറ്റർ വോൾട്ടേജ് 10 വോൾട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഇപ്പോൾ വേറെ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് വോൾട്ടേജ് ഇപ്പോൾ നമ്മുടെ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ വേറെ ബാറ്ററിയോ വേറെ സോഴ്സ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ എടുക്കാം. ഇൻപുട്ട് കപ്പാസിറ്റർ എപ്പോഴും ഇൻപുട്ടിൻ്റെ മാക്സിമം വോൾട്ടേജിലോട്ടാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇവിടെ വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഡയറക്റ്റ് തന്നെ നമുക്ക് VC = മാക്സിമം ഓഫ് ഇൻപുട്ട് എന്ന് എടുക്കാം. ഓക്കെ, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് ഇൻപുട്ട് എത്ര? ഇവിടെ 10. നെക്സ്റ്റ് പോയിന്റ് എന്തോ? നെക്സ്റ്റ് വി ആർ ഷിഫ്റ്റിംഗ് ദ ഇൻപുട്ട് വേവ് ഫോം ടുവേർഡ്സ് അപ്പ് ഓർ ഡൗൺ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഡയോഡ്. ഇവിടെ ഡയോഡിൻ്റെ ഡയറക്ഷൻ എന്തോ? ഡയോഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡാണ്. അപ്പോൾ ഡൗൺവേർഡ് ആണെങ്കിൽ അതൊരു നെഗറ്റീവ് ക്ലാമ്പിംഗ് ആണ്. അപ്പോൾ ഈ ക്ലാമ്പർ എന്ന് വെച്ചാൽ ഈ ഇൻപുട്ടിനെ നെഗറ്റീവിലോട്ട് ക്ലാമ്പ് ചെയ്യും. പക്ഷേ എത്ര വോൾട്ടേജാണ് ക്ലാമ്പ് ചെയ്യുന്നത്? കപ്പാസിറ്റർ വോൾട്ടേജ് വെച്ചിട്ട്. കപ്പാസിറ്റർ വോൾട്ടേജ് എത്ര? കപ്പാസിറ്റർ വോൾട്ടേജ് 10 വോൾട്ടാണ്. മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അത് എത്ര? 10 വോൾട്ടാണ്. അപ്പോൾ ഈ 10 വോൾട്ടേജിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കപ്പാസിറ്റർ ഈ ഒരു ക്ലാമ്പർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻപുട്ട് വേവ് ഫോമിന്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് കിട്ടി. അത് ഡൗൺവേർഡ്, ഡയോഡിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട് അതൊരു നെഗറ്റീവിലോട്ടാണ് ക്ലാമ്പ് ചെയ്യുന്നത്. എത്ര വോൾട്ടേജാണ്? 10 വോൾട്ടേജാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈക്വലൻ്റ് ഡയഗ്രം വരയ്ക്കാം, ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ DC വാല്യൂ എത്രയാണ്? അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ DC വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി ഔട്ട്പുട്ടിൻ്റെ DC വാല്യൂ എന്ന് പറഞ്ഞാൽ -10 ആയിരിക്കും. കാരണം കപ്പാസിറ്റർ വോൾട്ടേജ് 10 ആയിരുന്നു. പിന്നെ അത് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ DC വാല്യൂ എന്നുള്ള -10 ഷിഫ്റ്റ് ആവും. ഓക്കെ, -10 ഷിഫ്റ്റായി. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോമിന് ഡൗൺവേർഡിലോട്ട് ഷിഫ്റ്റായി. പിന്നെ ഓർക്കുക, എപ്പോഴും വേവ് ഫോം ഇതിന് മാറത്തില്ല, സൈൻ വേവ് തന്നെ, ജസ്റ്റ് ഷിഫ്റ്റിങ് മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് വേവ് ഫോം ജസ്റ്റ് ഷിഫ്റ്റ് ആകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ ഇൻപുട്ട് വേവ് ഫോം അതുപോലെ തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. സൈൻ വേവ് ആണോ ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ടും ആ സെയിം സൈൻ വേവ് തന്നെ ആയിരിക്കും. പക്ഷേ എന്തായി? ഷിഫ്റ്റായി. ഇതാണ് 0 വാല്യൂ. ഇൻപുട്ട് ഡൗൺവേർഡിലോട്ട് ഷിഫ്റ്റായി. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ട്രിക്കിലൂടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞു തന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്തോ ഇൻപുട്ട് വേവ് ഫോം നോക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് കപ്പാസിറ്റർ വോൾട്ടേജ് നോക്കുക. ഇപ്പോൾ ഇവിടെ വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് തന്നെ എഴുതാം. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജാണ്. അതെന്ന് പറഞ്ഞാൽ 10 വോൾട്ടേജാണ്. ഓക്കെ, അപ്പോൾ 10 വോൾട്ട് കിട്ടി. അപ്പോൾ കപ്പാസിറ്റർ 10 വോൾട്ട് കിട്ടി. അപ്പം പിന്നെ നോക്കുക ഡയോഡിൻ്റെ ഡയറക്ഷൻ താഴത്തോട്ടായതുകൊണ്ട് ഇൻപുട്ട് വേവിന് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. എത്ര വാല്യൂ? 10 എന്നുള്ള വാല്യൂയിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്യും. 10 എന്നുള്ള വാല്യൂ ആയിരിക്കും അത് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ത് വരും? മാക്സിമം വാല്യൂ 10 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ താഴത്തോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ 10 - 10 0 വരും. ഇനി 0 എന്നുള്ള വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. 0 - 10 അപ്പോൾ പറഞ്ഞാൽ -10 ഷിഫ്റ്റ് ആവും. ഇനി -10 അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. -10 എന്ന് പറഞ്ഞാൽ -20 ഷിഫ്റ്റ് ആവും. ഓക്കെ, എല്ലാത്തിലും ഒരു 10ൻ്റെ കുറവ് വരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ 0, പിന്നെ മിഡിൽ വാല്യൂ -10, മിനിമം വാല്യൂ എത്ര വരും? -20. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ക്ലാമ്പിങ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നുമില്ല. ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററും ഒരു റെസ്റ്റോറൻറ്റും ഒരു ക്ലാമ്പർ സർക്യൂട്ടാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഒരു സൈൻ വേവ് ആണ്. മാക്സിമം വാല്യൂ +10 വോൾട്ട്, മിനിമം വാല്യൂ -10 വോൾട്ട്. അപ്പോൾ എന്തോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഇല്ല. അപ്പോൾ ഓക്കെ, പിന്നെ നോക്കുക ഡയോഡ് ഈ ഡയറക്ഷനാണ് കറണ്ട് ആ സർക്യൂട്ടിൽ ഈ ഡയറക്ഷനായിരിക്കും. കാരണം ഡയോഡ് എപ്പോഴും 1 ഡയറക്ഷനിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും. കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ +- VC ആയിരിക്കും. പിന്നെ ഇങ്ങനെയാണ് കറണ്ട് പോകുന്നുണ്ട്. പൊളാരിറ്റി ഇൻപുട്ടിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊളാരിറ്റിയിലായിരിക്കും. -2+ എന്നുള്ള ഒരു പൊളാരിറ്റിയിലായിരിക്കും ഇൻപുട്ടിൻ്റെ വരുന്നത്. കാരണം നെഗറ്റീവ് ഹൗസ് സർക്കിളിലായിരിക്കും ഡയോഡ് ഫോർവേഡ് ബൈസ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്നു, നമുക്കിപ്പോൾ റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് എടുക്കാം. ഇൻപുട്ട് വോൾട്ടേജ് എങ്ങോട്ടാണ് കപ്പാസിറ്റർ ഏത് വോൾട്ടേജിലോട്ട് ചാർജ് ആവുന്നത്? കപ്പാസിറ്റർ പറഞ്ഞാൽ മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജിലോട്ടായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എപ്പോഴും. ഇവിടെ ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിലൊന്നും റെഫറൻസ് വോൾട്ടേജ് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കാം. മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അത് എത്ര വരുന്നത്?
പ്ലസ് 10 വോൾട്ടേജ്. അപ്പം 10 വോൾട്ടേജ് ആയിരിക്കും കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി കപ്പാസിറ്റർ വോൾട്ടേജ്. ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. എങ്ങോട്ട്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്ട് അതൊരു പോസിറ്റീവ് ക്ലാമ്പിംഗ് ആണ്. അപ്പോൾ ഔട്ട്പുട്ടിന് ഇപ്പോൾ ഇൻപുട്ട് വേവ് ഫോം ഇതാണ്, ഇതിനെ നേരെ പോസിറ്റീവിലോട്ട് ക്ലാമ്പ് ചെയ്യും. എത്ര വാല്യൂ വെച്ചിട്ട്? 10 എന്നുള്ളൊരു വാല്യൂ വെച്ചിട്ട് പോസിറ്റീവിലോട്ട് കൺവേർട്ട് ആവും, പോസിറ്റീവിലോട്ട് ക്ലാമ്പ് ചെയ്യും. അപ്പോൾ ഈ +10 എന്നുള്ള വാല്യൂ +20 ആവും, 0 എന്നുള്ള വാല്യൂ 10 ആവും, -10 എന്നുള്ള വാല്യൂ 0 ആവും. ഇതെല്ലാം ഒരു 10 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട്? മേളിലോട്ട്. ഓക്കെ, കാരണം ഡയോഡിൻ്റെ ഡയറക്ഷൻ അപ്വേർഡാണ്. +10 ആയിട്ട് 20 ആവും, ഇത് +10 ആയിട്ട് 10 ആവും, 0 + 10 10, പിന്നെ -10ഉം +10ഉം കൂടെ ആകുമ്പോൾ 0 ആവും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരും, ഇവിടെ 0, ഇവിടെ 10, ഇവിടെ 20 വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ട്രിക്ക് മെത്തേഡ്. ഇനി നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഇനി ഒരു റെഫറൻസ് വോൾട്ടേജിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, VC ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഡയോഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, കറണ്ട് അതിനായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ പോളാരിറ്റി എന്ന് പറഞ്ഞാൽ -+ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പം കറണ്ട് ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ഇങ്ങനെയൊക്കെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് കപ്പാസിറ്ററിൻ്റെ പോളാരിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്നത് നെഗറ്റീവ്. അപ്പോൾ ഈ വോൾട്ടേജ് VC വരും. ഓക്കെ, പിന്നെ റെഫറൻസ് വോൾട്ടേജ് ഒരു 7 വോൾട്ടേജ് എടുത്തിരിക്കുന്നത്, അത് പ്ലസും മൈനസും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ VC കിട്ടും. ഓക്കെ, KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2+ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആക്കി എടുക്കണം. ഓക്കെ, -2+ പോസിറ്റീവാണ്, ഇനി +2 മൈനസ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ഇവിടെ -2+ V ഇൻപുട്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കണം, V ഇൻപുട്ട് പോസിറ്റീവ്, ഇത് +2 മൈനസ് കൊണ്ട് നെഗറ്റീവ് -VC. ഇനി 7 വോൾട്ട് എന്ന് പറഞ്ഞാൽ +2 മൈനസ് അത് നെഗറ്റീവ്, -7 = 0. ഞാൻ KVL അപ്ലൈ ചെയ്ത് ആ ലൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് VC കിട്ടും. ഓക്കെ, VC = V ഇൻപുട്ട് -7. ഇനി V ഇൻപുട്ട് എത്രയാണ്? V ഇൻപുട്ട് പറഞ്ഞാൽ കപ്പാസിറ്റർ എപ്പോഴും മാക്സിമം ഓഫ് ഇൻപുട്ട് എന്നുള്ളൊരു കേസാണ്. എപ്പോഴും ഇൻപുട്ടിൻ്റെ മാക്സിമം എന്നുള്ളൊരു കേസാണ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ മാക്സിമം വോൾട്ട് എത്രയാണ്? 10 വോൾട്ടാണ്. അപ്പം ഇൻപുട്ടിൻ്റെ മാക്സിമം വോൾട്ട് എടുക്കുക. ഇൻപുട്ടിൻ്റെ മാക്സിമം വോൾട്ട് പറഞ്ഞാൽ 10 വോൾട്ട്, 10 - 7 = 3 വോൾട്ട് എന്ന് കിട്ടും. അപ്പം കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് 3 വോൾട്ടേജ് കിട്ടി. ഇനി സെക്കൻഡ് എന്താ നോക്കണ്ട? ഡയോഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ വേർഡ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ക്ലാമ്പിംഗ് ആണ്. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോമിന് അത് നെഗറ്റീവിലോട്ട് ക്ലാമ്പ് ചെയ്യും. എത്ര വോൾട്ടേജ്? 3 വോൾട്ടേജ്. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 3 വോൾട്ടേജ് ആയിരിക്കും ഇത് ക്ലാമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10 വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. 10 എന്ന വാല്യൂ 10 - 7, 10 - 7 എന്നുള്ള വാല്യൂട്ട് ഷിഫ്റ്റ് ആവും. എത്ര വരും? 3. ഇത് 0 ആണ്, 0 എന്നുള്ള വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. 0 എന്ന് പറഞ്ഞാൽ 0 - 7, അപ്പോൾ എത്ര വരും? 0 - 3. സോറി, കപ്പാസിറ്റർ വോൾട്ടേജ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 - 3, 10 - 3, 10 - 3 എന്നുള്ളത് 7 ആവും. ഓക്കെ, 10 - 3 എന്നുള്ളത് 7, കാരണം കപ്പാസിറ്റർ വോൾട്ടേജ് 3 ആണ്, 3 വോൾട്ടേജ് ആണ് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ 10 - 3 എന്നുള്ളത് 7 വരും. ഇനി 0 വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. 0 എന്ന് പറഞ്ഞാൽ 0 - 3 എത്ര വരും? -7, സോറി -3. 0 - 3 എന്നുള്ളതാകുമ്പോൾ -3 ആവും. ഓക്കെ, ഇനി -10 വാല്യൂ, -10 വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. -10 എന്ന് പറയുന്നത് -10 - 3 എന്നുള്ളത് -13 ഷിഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ സെൻറ്റർ വാല്യൂ എത്രയാണ്? -3. നമുക്ക് സെൻറ്റർ വാല്യൂ എഴുതാം, -3. സെൻറ്റർ ഷിഫ്റ്റ് ആകുന്നത് സെൻറ്റർ വാല്യൂ -3. മാക്സിമം വാല്യൂ എത്രയാണ്? +7. മാക്സിമം വാല്യൂ വരുന്നത് +7. മിനിമം വാല്യൂ എത്ര? -13. -13. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഡ്രോ ചെയ്യാം. -3 സൈൻ വേവ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ DC വാല്യൂ എന്തായി? DC വാല്യൂ എന്നുള്ളത് നെഗറ്റീവിലോട്ട് ഷിഫ്റ്റായി. ഓക്കെ, 0 ഇതായിരുന്നു, 0ൽ നിന്ന് നേരെ കപ്പാസിറ്റർ വോൾട്ടേജ് VC = 3 വോൾട്ടിലോട്ട് അത് ഷിഫ്റ്റായി. എങ്ങോട്ട്? ഡൗൺ വേർഡ് ഷിഫ്റ്റായി. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് -10 to +10 വോൾട്ട് സൈൻ വേവ് ആയിരുന്നു. കപ്പാസിറ്റർ വോൾട്ടേജ് ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3 വോൾട്ട് ആയതുകൊണ്ട് ഡൗൺ വേർഡും ഡയോഡ് ഡൗൺ വേർഡും ആയതുകൊണ്ട് അത് താഴോട്ടും 3 വോൾട്ടേജ് ഷിഫ്റ്റ് ആവും. അപ്പോൾ 0ൽ നിന്ന് നേരെ 3 വോൾട്ട് -3 അത് ഷിഫ്റ്റായി. നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നത് ഇങ്ങനത്തെ ഒരു സൈൻ വേവ് ആയിരിക്കും. എത്രയാണ് ഷിഫ്റ്റ് ആവുന്നത്? VC = 3 വോൾട്ട് ആയിരിക്കും അത് ഷിഫ്റ്റ് ആവുന്നത്. ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് ഡയറൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിൻ്റെ DC വാല്യൂ എത്ര ആയിരിക്കും? ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ DC വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എത്രയെന്നൊക്കെ ചോദിക്കാം. ഫോർ ദ ഗിവൺ സർക്യൂട്ട് വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേവ് ഫോം ഒന്നും വരയ്ക്കാൻ പോകണ്ട, നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈൻഡ് ചെയ്താൽ മതി.
ലൂപ്പിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യുക. ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എത്രയാണ് കിട്ടുന്നത്? ഇപ്പോൾ നമുക്ക് 3 വോൾട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ DC വാല്യൂ എന്ന് പറഞ്ഞാൽ 3 വോൾട്ട് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ജസ്റ്റ് ഒരു കപ്പാസിറ്റർ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക, ലൂപ്പ് അപ്ലൈ ചെയ്യുക, കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എത്രയാണ് അത്ര ആയിരിക്കും അത് സർക്യൂട്ട് ആഡ് ചെയ്യുന്ന DC ലെവൽ. ഓക്കെ, DC ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ. നമുക്ക് ആ സർക്യൂട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര താഴോട്ട് ഷിഫ്റ്റ് ആയത് ആ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത 3 വോൾട്ടേജ് ആണ്. ഓക്കെ, നമുക്ക് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ദ സർക്യൂട്ട്. ഓക്കെ, സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു ഡയോഡ് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? അതൊരു ക്ലാമ്പർ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഈ കപ്പാസിറ്റർ ഇല്ല എന്നെങ്കിൽ അതൊരു ക്ലിപ്പർ സർക്യൂട്ടാണ്. ഇതൊക്കെ അറിയാം. ടു ആഡ് ഓർ റീസ്റ്റോർ DC ലെവൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലാമ്പർ സർക്യൂട്ട്. ഇനി ക്ലിപ്പ് ഓഫ് ദ പോർഷൻസ് ഓഫ് ദ സിഗ്നൽ വോൾട്ടേജിൻ്റെ പോർഷൻസ് ക്ലിപ്പ് ചെയ്യാനായിട്ട് എബോ ഓർ ബിലോ സെർട്ടൺ ലെവൽസ് നമ്മൾ ക്ലിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലിപ്പർ ഓർ ലിമിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെസസറി കമ്പണൻറ്റ് ഇൻ എ ക്ലാമ്പർ സർക്യൂട്ട്? ക്ലാമ്പർ സർക്യൂട്ടിൽ അത്യാവശ്യമല്ലാത്ത ഏതൊക്കെയായിരുന്നു? ഓക്കെ, ക്ലാമ്പറിൽ ഡയോഡ് അത്യാവശ്യമാണ്, കപ്പാസിറ്റർ അത്യാവശ്യമാണ്, റെസിസ്റ്ററും അത്യാവശ്യമാണ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് DC സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജ് ഉണ്ടല്ലോ, റെഫറൻസ് ഒരു DC വോൾട്ടേജ് അല്ലെങ്കിൽ ആ ബാറ്ററി വോൾട്ടേജ്, അത് അത്യാവശ്യമൊന്നുമില്ല, അതില്ലെങ്കിലും നമുക്ക് ക്ലാമ്പ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഡയോഡും കപ്പാസിറ്ററും റെസിസ്റ്ററുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ദ ഗിവൺ സർക്യൂട്ട് വാട്ട് ഈസ് ദ മിനിമം പീക്ക് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വേവ് ഫോം? അപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ മിനിമം പീക്ക് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് എന്തോ ഒരു സ്ക്വയർ വേവ് ആണ്, 10 വോൾട്ട് സ്ക്വയർ വേവ് ആണ് വിത്ത് സ്വിച്ചിങ് ടൈം 1 സെക്കൻഡ്. പിന്നെ സ്വിച്ചിങ് ടൈം എന്നൊക്കെ പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ +10 വോൾട്ട് -10 വോൾട്ട് സ്ക്വയർ വേവ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻപുട്ട് വരക്കാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ വേവ് ആണ്, +10 to -10 വോൾട്ട് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു സ്ക്വയർ വേവ് ആണ്. +10 വോൾട്ട് -10 വോൾട്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ടിൻ്റെ മിനിമം വാല്യൂ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. കപ്പാസിറ്ററിൽ ഇപ്പോൾ വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കപ്പാസിറ്റർ ഇപ്പം സ്റ്റോർ ചെയ്യുന്നത് മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ കറണ്ട് ഫസ്റ്റ് തന്നെ നോക്കുക, വേറെ റെഫറൻസ് വോൾട്ടേജ് ഒന്നുമില്ല. അപ്പം കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത് മാക്സിമം ഓഫ് VC എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 10 വോൾട്ടേജ്. അപ്പോൾ VC = 10 വോൾട്ടേജ് കിട്ടി. ഓക്കെ, അപ്പം കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 10 വോൾട്ടാണ് ഈ ഒരു ഇൻപുട്ട് വേവ് ഫോമിന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വേഴ്സ് അപ്പ് ഓർ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഡയോഡ് എങ്ങോട്ടാണ്? ഡൗൺ വേർഡ്. അപ്പോൾ ഇതെങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? താഴോട്ട്. ഓക്കെ, ലോവർ പോർഷനിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി 10ൻ്റെ വാല്യൂ എത്രയിലോട്ട് ഷിഫ്റ്റ് ആവും? 10ൻ്റെ വാല്യൂ ഓക്കെ ഡൗൺ പോർഷനിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് 10 വോൾട്ടേജ്. അപ്പം 10 - 10 0 ആവും. 0 വാല്യൂ എന്തിലോട്ട് ഷിഫ്റ്റ് ആവും? 0 വാല്യൂ 0 - 10 എന്നുള്ളത് -10 ആവും. ഇനി -10 വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. -10 - 10 എന്ന് പറഞ്ഞാൽ -20 വാല്യൂ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി -20 വോൾട്ട്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നു? മിനിമം പീക്ക് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് എന്ന്. ഓക്കെ, മിനിമം പീക്ക് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് പറഞ്ഞാൽ -20 ആണ് ആൻസർ. -20. നമുക്ക് ഫിഗറൊന്നും വരക്കണ്ട, അവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇനി ഫിഗർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം. ഇപ്പം എക്സാംസിനൊക്കെ പോകുമ്പോൾ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കുക. അപ്പം 10 എന്നുള്ളത് 0 ആയി. ഓക്കെ, 10 എന്നുള്ളത് 0 ആയി, -10 എന്നുള്ളത് -20 ആയി. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു ഇതായി. ഓക്കെ, 0യും മിനിമം വാല്യൂ -20. 0 എന്നുള്ള എത്രയും -10 ആയി. 0 എന്നുള്ളത് ഒരു -10. അപ്പോൾ ഇതെങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് കപ്പാസിറ്റർ വോൾട്ടേജ് ആയ 10 വോൾട്ടേജ് ഡൗൺവേർഡ് ലോവർ പോർഷനിലോട്ട് ഡൗൺവേർഡിലോട്ട് അത് എങ്ങോട്ട് ഷിഫ്റ്റായി അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, കാരണം ഡയോഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ഉണ്ടാകും, അത് ലോവർ പോർഷനിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവിലോട്ട് അത് ക്ലാമ്പ് ചെയ്തു. അപ്പോൾ ഇതൊന്നും ഫൈൻഡ് ചെയ്യാൻ പോകണ്ട, ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഇതൊന്നും ഇൻപുട്ട് വരക്കാനും പോകണ്ട, ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. കാരണം അവർ തന്നിട്ടുണ്ട് +10 വോൾട്ട് to -10 വോൾട്ട്. അപ്പോൾ മിനിമം വോൾട്ടേജ് -10 ആണ് ഇൻപുട്ടിൽ. ഇനി കപ്പാസിറ്റർ വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നത് 10 വോൾട്ടേജ്. അപ്പോൾ -10 ഡയോഡ് താഴത്തോട്ടാണ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -10 -20 ഡയറക്റ്റ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ മാക്സിമം ആണ് ചോദിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ മാക്സിമം ചോദിച്ചിരുന്നെങ്കിൽ ഇൻപുട്ടിൻ്റെ മാക്സിമം വോൾട്ടേജ് മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എത്ര? +10 വോൾട്ട്. ഓക്കെ, +10 വോൾട്ടാണ് മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇനി കപ്പാസിറ്റർ വോൾട്ടേജ് എത്രയാണ്? കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത് 10 വോൾട്ടേജ് ആണ്. ഓക്കെ, 10 വോൾട്ടേജ് ആണ്, പക്ഷേ ഡൗൺ വേർഡ് ആണ്. അപ്പോൾ -10 ആവും. അപ്പോൾ -10 = 0 വോൾട്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാതെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ദ ഗിവൺ സർക്യൂട്ട് ആൻഡ് ഇൻപുട്ട് വേവ് ഫോം ദ പീക്ക് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ഈസ്.
അപ്പോൾ ഈ തന്നിരിക്കുന്ന സൈൻ വേവ് ഒരു ഇൻപുട്ട് സൈൻ വേവ് ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ +30 വോൾട്ടാണ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു കപ്പാസിറ്റർ വോൾട്ടേജ് ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ റെഫറൻസ് വോൾട്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് KVL അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡയോഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് കറണ്ട് ഈ ഡയറക്ഷനിലേക്ക് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, കറണ്ട് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇൻപുട്ട് എങ്ങനെയായിരിക്കും, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ -2 പ്ലസ് ആയിരിക്കും. ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബൈസ് ആവുന്നത് ഇവിടെ പ്ലസും ഇവിടെ മൈനസ് വരുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബൈസ് ആവുന്നു. അപ്പോൾ ഇൻപുട്ടും പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ -+ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാം, പൊളാരിറ്റി അപ്ലൈ. അപ്പോൾ -2 പ്ലസ്, അപ്പോൾ ഈ ഡയറക്ഷനാണ് കപ്പാസിറ്റർ അപ്പോൾ എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്നത് നെഗറ്റീവ്, അതാണ് VC. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തോ കപ്പാസിറ്റർ വോൾട്ടേജ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, KVL അപ്ലൈ ചെയ്യും. KVL അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ -2 പ്ലസ്, അപ്പോൾ അത് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, പോസിറ്റീവ് V ഇൻപുട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ റെഫറൻസ് വോൾട്ടേജ്, റെഫറൻസ് എന്ന് പറഞ്ഞാൽ +2 - അപ്പോൾ അത് -10. പിന്നെ ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവും. പിന്നെ വരുന്ന കപ്പാസിറ്റർ വോൾട്ടേജ് അത് പോസിറ്റിവിറ്റി നെഗറ്റീവ് ആയിട്ട് മൈനസ് എടുക്കുക, -VC = 0 എന്ന് എഴുതാം. അപ്പോൾ VC എന്ത് വരും, VC = V ഇൻപുട്ട് -10 എന്ന് വരും. V ഇൻപുട്ട് എത്ര, മാക്സിമം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എത്ര, 20 വോൾട്ട്. അപ്പോൾ 20 - 10 = 10 വോൾട്ട് എന്ന് പറയും. അപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണ്, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 10 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഡയോഡിൻ്റെ ഡയറക്ഷൻ അപ്വേഡ് ആയതുകൊണ്ട് അത് മേലോട്ട്, അപ്വേഡ് പോസിറ്റീവിലോട്ടാണ് അത് ക്ലാമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻപുട്ടിൻ്റെ മാക്സിമം വാല്യൂ 20 ആയതുകൊണ്ട് 20, ഔട്ട്പുട്ടിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും, 20 + 10. കപ്പാസിറ്റർ വോൾട്ടേജ് 10 ആയതുകൊണ്ട് 20 + 10 30 ആയിരിക്കും ഔട്ട്പുട്ടിൻ്റെ മാക്സിമം. ഇനി ഔട്ട്പുട്ടിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്, ഔട്ട്പുട്ടിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -20 ആണ് ഇൻപുട്ട്, പിന്നെ +10 വരും, കാരണം അപ്വേഡാണ്, മേളിലോട്ടാണ് +10. അപ്പോൾ എത്ര വരും, -10 എന്ന് വരും. അപ്പോൾ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ -10 ആണ്, മാക്സിമം വാല്യൂ ചോദിച്ചുകൊണ്ട് +30 ആണ്. അപ്പോൾ ആൻസർ ശരിയാണ്, ട്രൂ. അപ്പോൾ ഇത് ഫിഗർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരക്കാം. DC വാല്യൂ എത്ര, 10 ആണ്. അപ്പോൾ 0 എന്നുള്ള വാല്യൂ 10 ഷിഫ്റ്റ് ആവും. DC വാല്യൂ ഉള്ളത് 0 എന്നുള്ളത് അത് 10 ഷിഫ്റ്റ് ആവും. പിന്നെ മാക്സിമം വാല്യൂ +30, മിനിമം വാല്യൂ -10. നമുക്ക് വരുന്ന സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എത്ര ഷിഫ്റ്റായി, കപ്പാസിറ്റർ വോൾട്ടേജ് VC = 10 വോൾട്ടേജ് പോസിറ്റീവിലോട്ട് അത് ക്ലാമ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് എത്ര വന്നു, +30 വോൾട്ട്. അപ്പോൾ ഇത്രയും നമുക്ക് പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഇതിൻ്റെത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്ലിപ്പേഴ്സിനും ക്ലാമ്പേഴ്സിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. ക്വസ്റ്റ്യൻസ് മാക്സിമം ചോദിക്കാവുന്നതെല്ലാം പിന്നെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുക, ക്ലിപ്പറിലും ക്ലാമ്പറിലും എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു ക്ലാസ്.